ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇടയ്ക്കിടെ വിപണിയിലുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ അഥവാ മാർക്കറ്റ് വോളറ്റിലിറ്റി. പ്രത്യേകിച്ച് സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ അപ്പ് ആൻഡ് ഡൗൺസും സ്റ്റോക്കുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ETF-കളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തോതിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ETF-കളിൽ താരതമ്യേന റിസ്ക് കുറവാണ്. നമുക്കറിയാം, ഒരു സ്റ്റോക്ക് അതിൻ്റെ ബിസിനസ് പ്രശ്നങ്ങൾ കൊണ്ടോ സെക്ടർ അണ്ടർ പെർഫോമൻസ് കൊണ്ടോ അതല്ലെങ്കിൽ ഗവേണൻസ് ഇഷ്യൂ കൊണ്ടോ ഒക്കെ ഒരു സ്റ്റോക്ക് ക്രാഷ് ആവാം. അത് കടത്തിൽ വലഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അത്തരത്തിലെ പല സാധ്യതകളും ഒരു സ്റ്റോക്കിലുണ്ട്. എന്നാൽ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് ഒരു സ്റ്റോക്കുകളുടെ കൂട്ടമാണ്. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഈ രീതിയിൽ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ ഇൻഡെക്സിൽ നിന്ന് മാറ്റുകയും പുതിയ സ്റ്റോക്കിനെ അവിടെ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇൻഡെക്സ് ഒരിക്കലും മാർക്കറ്റിൽ ഇല്ലാതാകുന്നില്ല. അതെപ്പോഴും അവിടെ ഉണ്ടാവും. ഇപ്പോൾ Nifty 50 എന്ന് പറയുന്ന ഇൻഡെക്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. അവിടെ ആ കാലഘട്ടത്തിൽ ഏതാണോ ഇന്ത്യയിലെ ടോപ്പ് 50 സ്റ്റോക്കുകൾ അതും ആ ലിസ്റ്റിലുണ്ടാവും. അതുകൊണ്ട് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ETF-കളിൽ റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ETF-ൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ ഉള്ളിലുള്ള ഇൻവെസ്റ്ററുടെ ഒരു റിസ്ക് അപ്പിറ്റൈറ്റും ടൈം ഹൊറൈസണും ഗോളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഫൈല് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ETF സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൗൺ പേയ്മെൻറ്റിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തേതാണ് റിസ്ക് ടോളറൻസ്. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ ഇടപെടുന്നത്. ETF ആണെങ്കിലും അത് ഡീൽ ചെയ്യുന്നത് ഈക്വിറ്റിയാണ്. അപ്പോൾ ഈക്വിറ്റിയിൽ എപ്പോഴും വലിയ തോതിലുള്ള ക്രാഷ് ഉണ്ടാവാം. ഇപ്പോൾ 20% മുതൽ 30% വരെ നമ്മുടെ പോർട്ട്ഫോളിയോ ഏതെങ്കിലും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടോ പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ടോ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിസ്ക് ടോളറൻസ് നമുക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഈ ഈക്വിറ്റി മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൂന്നാമത്തേതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ 3 വർഷത്തിൽ കുറവുള്ള ഒരു ടൈം പീരീഡ് ആണെങ്കിൽ ഈക്വിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്തരം സന്ദർഭങ്ങളിൽ ETF-കളിലാണെങ്കിൽ തന്നെ നമുക്ക് ഡെറ്റ് ETF-കളോ ലിക്വിഡ് ETF-കളോ മാത്രം പരിഗണിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ഒരു 3 മുതൽ 7 വർഷം വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈക്വിറ്റിയും ഡെറ്റും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രയോഗിക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ 7 വർഷത്തിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് കൂടുതൽ ഈക്വിറ്റി കാറ്റഗറികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും പല കാറ്റഗറികളിലുള്ള ETF-കളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ 7 വർഷത്തെ ഒരു മിനിമം ടൈം ഹൊറൈസൺ ഉണ്ടാവുക എന്നത് വളരെ പരമപ്രധാനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ETF-ലെ പല കാറ്റഗറികളെ കുറിച്ചൊന്ന് നോക്കാം. ETF-കളിലെ കാറ്റഗറികൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് Nifty 50 ETF ആണ്. അപ്പോൾ ഏതൊരു ETF പോർട്ട്ഫോളിയോയുടെയും ഫൗണ്ടേഷനായി നിൽക്കുന്ന ഒരു ETF ആണിത്. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത ടോപ്പ് 50 കമ്പനികളെ ട്രാക്ക് ചെയ്യുന്ന ഈ ETF ലോ എക്സ്പെൻസ് റേഷ്യോയും ഹൈ ലിക്വിഡിറ്റിയുമുള്ള ETF ആണ്. അവിടെ നമുക്ക് പല ETF-കളും പല കമ്പനികളുടെയും കാണാൻ കഴിയും. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ Nifty Bees എന്ന് പറയുന്ന ETF ഉണ്ട്, SBIയുടെ Nifty 50 ETF ഉണ്ട്, HDFCയുടെ Nifty 50 ETF ഉണ്ട്, ICICI Prudential's Nifty 50 ETF ഉണ്ട്. അപ്പോൾ ഇതിൽ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഏതൊരു ETF നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എല്ലാറ്റിൻ്റെയും റിട്ടേൺ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ബിഗിനറുടെ പോർട്ട്ഫോളിയോയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ETF ആണ് Nifty 50യുടെ ETF. അപ്പോൾ അടുത്ത Nifty 50 കഴിഞ്ഞാൽ നമ്മൾ അടുത്ത Nifty Next 50 അതുപോലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുള്ള ETF-കളാണ്. ഇവിടെ തീർച്ചയായിട്ടും ഗ്രോത്ത് പൊട്ടൻഷ്യൽ Nifty 50യേക്കാൾ കൂടുതലാണ്, എന്നാൽ റിസ്ക്കും അതിനനുസരിച്ച് കൂടുതലാണ്. കാരണം Nifty 50യേക്കാൾ ഹൈ വോളറ്റിലിറ്റി നമുക്ക് ഈ ഒരു 3 സെഗ്മെൻറ്റിലും കാണാൻ കഴിയും. അവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കമ്പനികളുടെയും നെക്സ്റ്റ് 50യുടെയും മിഡ് ക്യാപ്പിൻ്റെയും ഒക്കെ ETF-കൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാറ്റഗറിയാണ് സെക്ടോറൽ ETF-കൾ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടറുകളിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള തീമുകളിൽ അത് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന ചില കാലഘട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് Nifty 50 ഒരു നോർമൽ ഗ്രോത്തിൽ പോകുമ്പോൾ അതിനെ ഔട്ട് പെർഫോം ചെയ്ത് വലിയ പ്രകടനം നടത്തുന്ന ഉദാഹരണത്തിന് ഡിഫൻസ്
ഇപ്പോൾ നല്ല പ്രകടനം നടത്തുന്നത് കാണാം. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെന്റ് ചില സമയങ്ങളിൽ നല്ല പ്രകടനം നടത്തും. ചിലപ്പോൾ IT സെഗ്മെന്റ് നല്ല പ്രകടനം നടത്തും. അപ്പോൾ അത്തരം നല്ല പ്രകടനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ടോറൽ തീമിലുള്ള ETF-കളാണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും യോജിച്ച ഒരു ETF ആയിരിക്കില്ല സെക്ടോറൽ ETF. അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അവിടെ ഹൈ വോളറ്റിലിറ്റിയും ഹൈ റിട്ടേണും ഉണ്ടാവും, പക്ഷേ ഹൈ റിസ്ക്കും അവിടെ ഇൻവോൾവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രമാത്രം കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെക്ടോറൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകാൻ പാടുള്ളൂ. അത് മ്യൂച്വൽ ഫണ്ടിലായാലും ശരി, ETF-ലായാലും ശരി. അപ്പോൾ അവിടെയൊക്കെ പല എക്സാമ്പിൾസും കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിങ് മേഖലയിലുള്ള ETF-കൾ നിപ്പോൺ ഇന്ത്യ ETF, ബാങ്ക് ബീസ് ഉണ്ട്. അതുപോലെ കൊഡാക്കിൻ്റെ ബാങ്കിങ് ETF ഉണ്ട്. അതുപോലെ IT സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യയുടെ IT ETF ഉണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാ ബീസ് എന്ന് പറയുന്ന ETF ഉണ്ട്. അതുപോലെ PSU സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭാരത് 22 ETF ഉണ്ട്. അതുപോലെ PSU ബാങ്കുകളുടെ ETF ഉണ്ട്. അങ്ങനെ പലതരം സെക്ടർ വൈസ് ആയിട്ടുള്ള ETF-കൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അടുത്ത ഒരു കാറ്റഗറിയാണ് സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ETF-കൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് Nifty 50 എന്ന ഇൻഡെക്സ് ഉണ്ട്. എന്നാൽ ആ ഇൻഡെക്സിൽ ആ 50 വോളറ്റിലിറ്റി കുറഞ്ഞ സ്റ്റോക്കുകൾ ഉണ്ടാവും. അത്തരം സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അതിപ്പോൾ അതിൻ്റെ ഒരു 20-30 സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ലോ വോളറ്റിലിറ്റി ETF. അതുപോലെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് PE വാല്യൂ വളരെ കുറഞ്ഞ് നിൽക്കുന്ന ETF, കോൺട്രാരിയൻ ബെറ്റുകൾ ഉപയോഗിക്കുന്ന ETF-കളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിപ്പോൺ ഇന്ത്യ ETF NV20 എന്ന് പറയുന്ന ETF ഉണ്ട്. എഡിൽവൈസിൻ്റെ 100 ലോ വോളറ്റിലിറ്റി ETF ഉണ്ട്. അപ്പോൾ ഇവിടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇൻഡെക്സുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് ഇൻ്റർനാഷണൽ ETF-കൾ. അത് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ETF-കൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ മറ്റു മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന മുന്നേറ്റത്തെ കൂടി അതിൻ്റെ ഗുണഫലം കൂടി അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ US മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാകും, ചിലപ്പോൾ ചൈനീസ് മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും മോട്ടിലാൽ ഒസ്വാളിൻ്റെ 100 ETF ഉണ്ട്. അതുപോലെ മെരായ അസറ്റിൻ്റെ S&P 500 ടോപ്പ് 50 ETF ഉണ്ട്. അതുപോലെ നിപ്പോൺ ഇന്ത്യയുടെ ഹാങ്സെങ് ബീസ് എന്ന് പറയുന്ന ചൈന ബേസ്ഡ് ETF ഉണ്ട്. അത്തരത്തിലുള്ള പല ETF-കളും നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മറ്റൊരു ETF ആണ് ഫിക്സഡ് ഇൻകം അഥവാ ഡെറ്റ് ETF-കൾ. ഇവിടെ വളറ്റിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം പ്രതീക്ഷിക്കാവുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ തീരെ ഇപ്പോൾ ലോ റിസ്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ETF-കളാണ് ഫിക്സഡ് ഇൻകം ETF-കൾ. അപ്പോൾ അതിൽ നമുക്ക് എക്സാമ്പിൾ കാണുകയും ഭാരത് ബോണ്ട് ETF, അതുപോലെ നിപ്പോൺ ഇന്ത്യയുടെ ലിക്വിഡ് ബീസ് എന്ന് പറയുന്ന ETF, ഇത്തരത്തിലുള്ള പല ETF-കൾ നമുക്ക് കാണുകയും. അപ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ ഏതെങ്കിലും ഫണ്ട് പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ETF ആണ് ഇത്തരത്തിലുള്ള ഡെറ്റ് ETF-കൾ. മറ്റൊരു പ്രധാന ETF ആണ് ഗോൾഡ് ETF. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന അസറ്റ് ക്ലാസ്സുകളാണ് നമുക്കറിയാം. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ബിയറിഷ് ആകുമ്പോൾ നമുക്കറിയാം ഗോൾഡ് ETF-കൾ മുന്നോട്ടേക്ക് കുതിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യമായിരിക്കും ഒരു ഗോൾഡ് ETF നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ പല ETF-കളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ് ഉണ്ട്, SBIയുടെ ഗോൾഡ് ETF ഉണ്ട്, കൊഡാക്കിൻ്റെ ഗോൾഡ് ETF ഉണ്ട്, ടാറ്റയുടെ ഗോൾഡ് ETF ഉണ്ട്, ICICI പ്രൊഡൻഷ്യലിൻ്റെ ഉണ്ട്, അതുപോലെ HDFCയുടെ എക്സ്ചേഞ്ച് ഗോൾഡ് ETF ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പല കാറ്റഗറി ആയിട്ടുള്ള ETF-കൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ETF-കൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനർ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ Nifty 50-യുടെ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഗ്രോത്തിനെ പറ്റി ചിന്തിക്കേണ്ടത്. അപ്പോൾ കുറച്ചു കാലം ആ Nifty 50-യുടെ അപ്പ് ആൻഡ് ഡൗൺസ് മനസ്സിലാക്കി മാർക്കറ്റ് സൈക്കിളിനെ കുറിച്ച് ഒരു ധാരണ ലഭിച്ചു. ഈ ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തനിക്ക് അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് ആലോചിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉടൻ തന്നെ ഒരു നെക്സ്റ്റ് 50 ETF-ലും കൂടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രോത്ത് ജേണിയിലേക്ക് കാലെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 7 വർഷത്തെ ടൈം ഹൊറൈസൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ റിസ്ക് അപ്പിറ്റൈറ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ
എല്ലാ ETF എല്ലാവർക്കും യോജിച്ചതല്ല. അപ്പോൾ മോഡറേറ്റ് റിസ്കിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം 60 മുതൽ 70% വരെ നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50യും ETF ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ 30 മുതൽ 40% വരെ നമുക്ക് സെക്ടർ ETF അതല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ETF ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റിനനുസരിച്ചായിരിക്കണം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹയർ അലോക്കേഷൻ നെക്സ്റ്റ് 50യിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ ETF നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ ഇൻഫ്ര, കൺസംഷൻ അല്ലെങ്കിൽ PSU ബാങ്ക് ആ രീതിയിലുള്ള ETF നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ETF അത്തരം സന്ദർഭങ്ങളിൽ പരിഗണിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളൊരു കൺസർവേറ്റീവ് റിസ്ക് മാത്രമുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈവൻ 7 ഇയേഴ്സിൻ്റെ ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് പ്രധാനമായിട്ടും ഡെറ്റ് ETF ചെറിയ തോതിൽ നിഫ്റ്റി 50 ETF ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇവിടെ ഞാനൊരു 7 ഇയേഴ്സ് ടൈം ഹൊറൈസൺ ഉള്ള ഒരാളുടെ ഒരു മോഡറേറ്റ് ടു അഗ്രസീവ് ആ ലെവലിലുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു അലോക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിഫ്റ്റി 50 ETF 25%, നിഫ്റ്റി നെക്സ്റ്റ് 50 ETF 15%, അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 10%, അതുപോലെ നിഫ്റ്റി ബാങ്ക് ETF 10%, നിഫ്റ്റി IT ETF 10%, ഗോൾഡ് ETF 10%, അതുപോലെ ഡെപ്റ്റ് ETF 10%, ഇന്റർനാഷണൽ ETF 10%. ഈ രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.